ഓപ്പൺഹൈമറിന് ശേഷം ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നോളന്റെ അടുത്ത പ്രോജക്ട് ഗ്രീക്ക് ഇതിഹാസം ഒഡീസിയാണ്. ഇന്ത്യയിൽ മഹാഭാരതം എന്ന പോലെ BC 8-ാം നൂറ്റാണ്ടിൽ ഹോമർ എന്ന അന്ധകവി എഴുതിയതായി പറയപ്പെടുന്ന ഗ്രീക്ക് ഇതിഹാസം ഒഡീസിയുടെ സിനിമാറ്റിക് വേർഷനാണ് ക്രിസ്റ്റഫർ നോളൻ തയ്യാറാക്കുന്നത്. 100 Days 100 Stories Day 40. ഗ്രീക്ക് ദൈവങ്ങളുടെയും രാജാക്കന്മാരുടെയും യോദ്ധാക്കളുടെയും കഥകൾ പറയുന്ന കവിതകളാണ് ഹോമർ എഴുതിയ ഇലിയഡും ഒഡീസിയും. അതിൽ ഒഡീസിയുടെ കഥ പുരാതന ഗ്രീസിലെ ഒരു രാജ്യമായ ട്രോയിയിലെ രാജകുമാരനായ പാരീസ് അയൽരാജ്യമായ സ്പാർട്ടയിലെ രാജാവായ മെനലോസിന്റെ ഭാര്യ ഹെലനെ തട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ നിന്നും ആരംഭിച്ച യുദ്ധം 10 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ സ്പാർട്ടയുടെ സേനാനായകനായ ഒഡീസിയൂസിന്റെ തന്ത്രങ്ങൾ കൊണ്ടവർ ട്രോയിയെ പരാജയപ്പെടുത്തി. എന്നാൽ ട്രോയ് നഗരം ചുട്ടുചാമ്പലാക്കിയ ഗ്രീക്ക് സൈന്യത്തെ കാത്തിരുന്നത് അത്രയധികം ദുഷ്കരമായൊരു മടക്കയാത്രയായിരുന്നു. കൊടുങ്കാറ്റിലും കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിലും പെട്ട് ഗ്രീക്ക് സേനയുടെ പകുതി അംഗങ്ങളും മരിച്ചു വീണു. കടലിൽ ദിക്ക് തെറ്റിയ ഒഡീസിയൂസിന്റെ സേന നരഭോജികളുടെയും ഭൂതങ്ങളുടെയും ദ്വീപുകളിൽ ചെന്ന് അകപ്പെടുന്നു. ഇതേസമയം ഒഡീസിയൂസിന്റെ നാടായ ഇഥക്കിൽ ഒഡീസിയൂസ് മരിച്ചെന്ന് കരുതി അദ്ദേഹത്തിന്റെ ശത്രുക്കൾ സുന്ദരിയായ അദ്ദേഹത്തിന്റെ ഭാര്യ പെനലോപ്പിനെ സ്വന്തമാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. പെനലോപ്പിന്റെയും അവരുടെ മകൻ ടെലിമെച്ചസിന്റെയും ചെറുത്തുനിൽപ്പുമൊക്കെ ഈ കഥയിലെ പ്രധാന ഏടുകളാണ്. ഒടുവിൽ 20 വർഷങ്ങൾക്ക് ശേഷം വൃദ്ധനായ ഒഡീസിയൂസ് തിരികെ തന്റെ കൊട്ടാരത്തിലെത്തി മരിച്ചു വീഴുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ശരിക്കും ഞാനീ പറഞ്ഞത് ഇതിന്റെ ഒരു 1 ലൈൻ മാത്രമാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിരം കഥകൾ വേറെയുണ്ട്. എന്തായാലും പൊതുവെ CGI VFX വർക്കിനോടൊക്കെ വലിയ വിരക്തിയുള്ള ക്രിസ്റ്റഫർ നോളൻ ഒഡീസി സിനിമയാക്കുമ്പോൾ ഒരു സിനിമാറ്റിക് അത്ഭുതത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട.